I greet you all in the name of our Lord and Savior, Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. I am indeed grateful to God and to the Mar Thoma Syrian Church, particularly the moderator, the president, all the members of the committee who have given me this opportunity to be part of the 126th Maraman Convention. 126ാമത് മാർത്തോമ മാരാമൻ കൺവെൻഷന്റെ ഭാഗമായി തീരുന്നതിന് എനിക്ക് പദവി നൽകിയ അനുവാദം നൽകിയ ദൈവത്തോടും ഈ സഭയുടെ പ്രധാന അധ്യക്ഷനായ തിരുമേനിയോടും ഈ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് തിരുമേനിയോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. I bring greetings from the Bishop of the Northeast Diocese of CNI, Right Reverend Michael Herons. ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്ററായിട്ടുള്ള മൈക്കിൾ ഹെൻസ് തിരുമേനിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. And the entire community of the Church of North India on this day. ഉത്തരേന്ത്യ സഭയുടെ മുഴുവൻ പേരിലും നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. In particular, I bring greetings from Christ Church, Guwahati. ഗുവാഹത്തിയിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നുള്ള അഭിവാദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ. This is the oldest church building in Northeast India. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ദേവാലയമാണ് ക്രൈസ്റ്റ് ചർച്ച്. It was constructed in 1844. 1844 അത് നിർമ്മിച്ചത്. But the people in the church experienced challenges. ആ സഭയിലുള്ള ആളുകൾ വെല്ലുവിളികൾ സ്വീകരിച്ച ആളുകളാണ്, വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ്. In 1857 there was an earthquake and the church building came down. 1857 ഒരു ഭൂകമ്പത്തിന്റെ ഫലമായി ആ ദേവാലയം തന്നെ തകർന്നു പോയിരുന്നു. The church people constructed another building. അവിടുത്തെ സഭാംഗങ്ങൾ പുതിയ വേറൊരു ദേവാലയം പണിതു. And in the 1890s there was a second great earthquake. 1890കളിൽ രണ്ടാമത് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. This church building also fell down. രണ്ടാമത് അവർ പണിതുയർത്തിയ ദേവാലയവും തകർന്നുപോയി. The people go on, but the church buildings keep changing. ജനങ്ങൾ ഇങ്ങനെ അവരുടെ വിശ്വാസയാത്ര തുടരുകയാണ്, എന്നാൽ ദേവാലയങ്ങൾ പുതുതായി പണിയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. And now we have a beautiful third building of the same church. ആ സഭയ്ക്ക്, ആ പള്ളിക്ക് ഇപ്പോൾ പുതിയ ഒരു പള്ളിക്കെട്ടിടം, മനോഹരമായ ഒരെണ്ണം ഞങ്ങൾ പണിതിട്ടുണ്ട്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let the words of my mouth and the meditations of our hearts be acceptable in your sight, O Lord, our rock and our redeemer. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. The three sermons that I would be giving have a theme. ഞാൻ പ്രസംഗിക്കുന്ന 3 പ്രസംഗങ്ങൾക്ക് പൊതുവായ ഒരു വിഷയമുണ്ട്. The theme is embracing the presence, passion and principles of Christ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ മൂല്യബോധവും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. Under this theme, our first topic for meditation is followers of Christ seek to live always in His presence. ക്രിസ്തുവിൻ്റെ അനുഗാമികൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധത്തിൽ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ എൻ്റെ പ്രസംഗ വിഷയം. The psalmist in Psalm 105 verse 4 says, "Seek the Lord and His strength, seek His presence continually." 105 സങ്കീർത്തനം 4 വാക്യത്തിൽ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. As a church, we are now entering the period of Lent. സഭ ഇപ്പോൾ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Lent is a time of introspection for the church people. സഭാജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
നോമ്പിൻ്റെ സമയം സ്വയശോധനയുടെ കാലഘട്ടമാണ്. As I follow the steps of Christ, what is my Christian identity? ക്രിസ്തുവിൻ്റെ അനുഗാമിയായി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ക്രിസ്തീയ സ്വത്വബോധം, എൻ്റെ ഉണ്മ എന്താണ് എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. I am like all humans who on this earth are seeking survival. ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരെ പോലെ വിശ്വാസിയായ ഞാനും എൻ്റെ നിലനിൽപ്പിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. Like all human beings, we are going through the challenge of the coronavirus pandemic. ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരെ പോലെ വിശ്വാസികളും കൊറോണ വൈറസ് എന്ന ഈ പകർച്ചവ്യാധിയുടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Like all human beings, I have relationships. മറ്റെല്ലാ മനുഷ്യരെ പോലെ എനിക്കും ഈ ഭൂമിയിൽ ബന്ധങ്ങളുള്ള ആൾ തന്നെയാണ്. My family, the neighborhood, my friends, the people in school, in college, in office, in different places of work, in the church and society at large. എൻ്റെ കുടുംബം, എൻ്റെ അയൽവക്കങ്ങൾ, ഞാൻ പ്രവൃത്തിയെടുക്കുന്ന മേഖലകൾ, എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ കൂടെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ, സമൂഹത്തിലുള്ള ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരുമായും ഞാൻ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ. I am like all human beings engaged in careers, seeking meaning in life, seeking success, fame, wealth and possessions. ജീവിതത്തിൽ മറ്റെല്ലാവരെയും പോലെ തന്നെ ഒരു പ്രത്യേക നിയോഗം ഉള്ള ആളാണ്. ജീവിതത്തിൽ സന്തോഷം നേടുവാൻ, വിജയം നേടുവാൻ, ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനൊക്കെ മറ്റെല്ലാ മനുഷ്യരെ പോലെ പരിശ്രമിക്കുന്ന ഒരാളാണ് ഈ ഭൂമിയിലെ വിശ്വാസി എന്ന് പേര് വിളിക്കപ്പെട്ട ആളും. In the midst of all this, among so many people on this earth, what is my Christian identity? എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ ലോകത്തിലെ മറ്റ് സകല മനുഷ്യരുടെയും ഇടയിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ആളത്വം, എൻ്റെ സ്വത്വബോധം എങ്ങനെയുള്ളതാണ്? The question before us during this time of Lent is, am I living in fellowship with Christ? ഈ നോമ്പാചരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ക്രിസ്തുവിനോടുള്ള സജീവ കൂട്ടായ്മയിലാണോ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. Is Christ present in my life? ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സന്നിഹിതനാണോ? Is the spirituality of Christ undergirding my life? ക്രിസ്തു പഠിപ്പിച്ച ആധ്യാത്മികത എൻ്റെ ജീവിതത്തിൻ്റെ അന്തർധാരയാണോ എന്ന് അത് സ്വാധീനിച്ചിട്ടുണ്ടോ? Hence, our topic for this afternoon is followers of Christ seek to live always in His presence. അതുകൊണ്ട് ഈ മധ്യാഹ്നാനന്തരം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തുവിൻ്റെ അനുഗാമികൾ എന്നുള്ള നിലയിൽ ക്രിസ്തു സാന്നിധ്യത്തെ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നവരായി നാം ഇരിക്കുക എന്നുള്ളതാണ്. If we examine our Christian lives, we can discern that there are different types of seeking among Christians. ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അന്വേഷണ ത്വരകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. The first is, there are people who seek a place rather than the presence of Christ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കാൾ ഉപരിയായി ഒരു ഇടം അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് പല ക്രിസ്ത്യാനികളും. Some of us are so concerned about going to heaven. സ്വർഗത്തിൽ പോകണമെന്നുള്ള താല്പര്യമാണ് നമ്മിൽ പലരെയും വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നത്. Some of us as Christians dream about living in mansions in heaven. സ്വർഗത്തിലുള്ള രമ്യഹർമ്മങ്ങളിൽ താമസിക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് നാം ക്രിസ്ത്യാനികളിൽ പലരും. Drawing up visions from the book of Revelation, we sing about the heavenly city with golden streets and gates of pearl. സ്വർണ്ണ തെരുവീഥികളുള്ള മുത്തിന്റെ ഗോപുരങ്ങളുള്ള മനോഹരമായ നഗരത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെയൊക്കെ വായനകളുടെ അടിസ്ഥാനത്തിൽ നാം പലപ്പോഴും സ്വപ്നം കാണുന്നവരാണ്. And therefore, even in COVID times, we are dreaming of a place called heaven, free from sickness,
free from all ills. അതുകൊണ്ട് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും രോഗദുഃഖാദികളിൽ നിന്നൊക്കെ അകന്നിരിക്കുന്ന ഒരു സ്വർഗത്തെ നമ്മൾ എല്ലായ്പ്പോഴും സ്വപ്നം കാണുന്നവരാണ്. The focus or the goal of our life seems to be a place called heaven. സ്വർഗം എന്ന് പേരുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും എന്ന് തോന്നിപ്പോവുകയാണ്. But is Christ present in our picture of heaven? സ്വർഗത്തെക്കുറിച്ചുള്ള ഈ ചിത്രത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. What is important is wherever we are on earth or elsewhere, are we living with Christ? നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഈ ലോകത്തിലായാലും നമ്മൾ എവിടെയായാലും ക്രിസ്തുവിന്റെ സാന്നിധ്യ ബോധത്തിലാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. There's a beautiful prayer that was said by a devout lady several centuries ago. പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തയായ ഒരു വനിത പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. She prayed, Lord, if I adore you out of desire for heaven, ദൈവമേ, ഞാൻ സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ lock me out of heaven. എന്നെ സ്വർഗത്തിന് പുറത്താക്കണമേ. Lord, if I adore you out of fear of hell, കർത്താവേ, നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ let me burn in hell. കർത്താവേ, എന്നെ നരക തീയിൽ എരിച്ചു കളയണമേ. But Lord, എന്നാൽ കർത്താവേ, if I love you for yourself alone, കർത്താവേ, എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്നെ പ്രതിയാണ് നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ do not deny to me the bliss of your presence. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുത് എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. This woman was saying that the objective of Christian living is not a place. ഈ സ്ത്രീ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരു സ്ഥലമല്ല എന്നുള്ളതാണ്. It is living in the presence of Christ. മറിച്ച് ക്രിസ്തു സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുക എന്നതാണ്. In a film that was released in 1998, 1998 റിലീസ് ചെയ്ത ഒരു ചിത്രത്തിൽ the film was entitled What Dreams May Come. എന്ത് സ്വപ്നങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് എന്നാണ് ആ സിനിമയുടെ ടൈറ്റിൽ, അതിന്റെ തലക്കെട്ട്. In that film, there is a portrayal of heaven as a beautiful place. ആ സിനിമയിൽ സ്വർഗത്തെ അതിമനോഹരമായ ഒരിടമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. In one of the Star Trek films, also there was a portrayal of heaven as a blessed green place. താരനിബിഡമായിരുന്ന ആ സിനിമയിൽ അതോടൊപ്പം തന്നെ ഹരിതാഭമായ ഒരിടമായി സ്വർഗത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. In that heaven, there is a character called Chris Nielsen. ആ സിനിമയിൽ ക്രിസ് നീൽസൺ എന്ന പേരുള്ള ഒരു കഥാപാത്രമുണ്ട്. While heaven is so beautiful, it is very lonely for him. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗം വളരെ മനോഹരമായിരിക്കുന്നു എങ്കിലും അദ്ദേഹത്തിന് അവിടെ വലിയ ഏകാന്തത അനുഭവപ്പെടുകയാണ്. The reason is his wife is not there in heaven. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ആ സ്വർഗത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. Most importantly, someone else is entirely absent in that beautiful heaven. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി മറ്റൊരാൾ ആ സ്വർഗത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. That someone is God. അത് മറ്റാരുമായിരുന്നില്ല, അവിടെ ആ മനോഹരമായി ചിത്രീകരിച്ചിരുന്ന ആ സ്ഥലത്ത് ദൈവം ഇല്ലായിരുന്നു. Are we seeking a place or are we seeking the presence of God? നമ്മൾ സ്വർഗം എന്ന ഒരു ഇടത്തെയാണോ അതോ ദൈവ സാന്നിധ്യത്തെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? John chapter 14 verse 3. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Jesus promised his disciples, യേശു തമ്പുരാൻ തന്റെ ശിഷ്യരോട് വാഗ്ദത്തം ചെയ്തത്, I will come back and take you to be with me. ഞാൻ മടങ്ങി വന്ന്
നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും എന്നാണ്. So that you may be where I am. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളും ഇരിക്കും എന്നുള്ളതാണ് അവിടെ കർത്താവ് കൊടുത്ത വാഗ്ദത്തം. Taking you to be with me so that you may be where I am. The focus is on the presence of God. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും എന്നുള്ള ആ പ്രസ്താവനയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത കർത്താവിനോട് കൂടെ അവരായിരിക്കും എന്നുള്ളത് തന്നെയാണ്. Paul in Philippians chapter 1 verse 23 says, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, My desire is to depart and to be with Christ. വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്നാണ്. Samuel Rutherford, a Scottish Presbyterian theologian, സാമുവൽ റദർഫോർഡ് എന്ന പേരുള്ള ഒരു സ്കോട്ടിഷ് ദൈവശാസ്ത്രജ്ഞൻ, he wrote in the 17th century. 17ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി. In that prayer he says, അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്, Oh my Lord Jesus Christ, if I could be in heaven without thee, it would be hell. കർത്താവേ, നീ ഇല്ലാത്ത ഒരു സ്വർഗത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിൽ അത് നരകമാണല്ലോ. And if I could be in hell and still with thee, it would be heaven for me. കർത്താവേ, എന്നാൽ ഞാൻ നരകത്തിലായിരിക്കുകയും അവിടെ നീ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്താൽ അതാണല്ലോ എനിക്ക് സ്വർഗം. For you, O God, are all the heaven I want. കർത്താവേ, നീയാണ് എൻ്റെ സ്വർഗം. നീ ഒഴികെ എനിക്കൊരു സ്വർഗവും വേണ്ട. Revelations chapter 21 verse 3. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. Behold, the dwelling of God is with humans. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. He will dwell with them, അവൻ അവരോടുകൂടെ വസിക്കും. and they will be his people. അവർ അവന്റെ ജനമാകും. And God himself will be with them. ദൈവം തന്നെ അവരോടുകൂടെ ഇരിക്കും. Being with God. ദൈവത്തോട് കൂടെ ആയിരിക്കുക. God being with us. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുക. That should be our Christian identity in life. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ ഉണ്മ, നമ്മുടെ നിലനിൽപ്പ്. Whatever you may be, നീ എന്ത് തന്നെ ആയിരുന്നാലും, a student, ഒരുപക്ഷെ വിദ്യാർത്ഥി, a college going person, കോളേജ് പോകുന്ന വിദ്യാർത്ഥിയാവാം, a worker, ഒരു ജോലിക്കാരനാവാം, whether ഉദ്യോഗസ്ഥനാവാം, at home or in society, വീട്ടിലോ നാട്ടിലോ ജോലി ചെയ്യുന്നവരൊക്കെ ആവാം. whatever you are doing, നീ എന്ത് തന്നെ ചെയ്താലും, are you doing it with Christ? നീ ചെയ്യുന്ന ജോലി ക്രിസ്തുവിനോട് കൂടെയാണോ ചെയ്യുന്നത്? Hence the exhortation of Jesus in John chapter 15 verse 4. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കർത്താവിന്റെ പ്രബോധനം അങ്ങനെയാണ്. Abide in me and I in you. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Hence the cry of the psalmist in 63:1. അതുകൊണ്ടാണ് 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. Oh God, you are my God, earnestly I seek you. എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. My soul thirsts for you as in a dry and weary land where there is no water. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാത്തിരിക്കുന്നു. God's presence in his life brings him fulfillment. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് പൂർണ്ണത നൽകുന്നത്. God's absence in his life creates a disappointing vacuum. എന്നാൽ ദൈവത്തിന്റെ അസാന്നിധ്യം ഈ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ വലിയ ഒരു ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. Are you seeking God's presence in your life? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് അന്വേഷിക്കുന്നുണ്ടോ? Among all your pursuits of life, ജീവിതത്തിൽ നമ്മുടെ അന്വേഷണങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം നമുക്കുണ്ടോ? let there be the presence of Christ in your pursuits of life.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കട്ടെ. There is a second group of Christians ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ രണ്ടാമത് ഒരു വിഭാഗം ആളുകളുണ്ട്, who seek possessions and pleasures of the world rather than seeking the presence of God in ദൈവ their life. സാന്നിധ്യത്തെ അവരുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നതിന് പകരം പദവികളും സമ്പാദ്യങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ആ കൂട്ടർ. For us Christians, this is a kind of a prosperity religion. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു സമ്പന്നതയുടെ മതമാണ് അവരാഗ്രഹിക്കുന്നത്. We seek prosperity in life as a sign of God's blessing. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി ജീവിതത്തിലെ സമൃദ്ധികളെ അവർ കണ്ടുപോവുകയാണ്. And so this prosperity view says we should not be sick. ഇങ്ങനെ ഈ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകൾ പറയുന്നത് നമ്മൾ ഒരിക്കലും രോഗികളാകാൻ പാടില്ല എന്നാണ്. And therefore we should get instant healing. അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ ക്ഷിപ്രമായി സൗഖ്യം കിട്ടുന്നവരായിരിക്കണം. We want God to give us success in exams. നമ്മുടെ പരീക്ഷകളിലൊക്കെ നമുക്ക് ജയം തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. We want a good job. നല്ല ഉദ്യോഗം തരുന്ന ദൈവത്തെയാണ്. We want a blessed spouse. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളി വേണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. We want mansions and cars and all the pleasures of the world. ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നല്ല വീടുകളും നല്ല കാറുകളും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത്. And the acquisition of all this, we say, God's blessings. ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമായി അക്കൂട്ടർ അങ്ങ് ചിത്രീകരിക്കുകയാണ്. We are so happy with the presents, the gifts of God, rather than the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ സമ്മാനങ്ങളായി നമുക്ക് ലഭിക്കണമെന്ന് തന്നെയാണ്. The word of God cautions us. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. The love of money is the root of all evil. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമല്ലോ. Love of possessions takes us away from God. നമ്മുടെ സമ്പാദ്യങ്ങൾ പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. Love of pleasures quenches the spirit of God's presence in your life. ജഡീകമായിട്ടുള്ള സന്തോഷങ്ങൾ പലപ്പോഴും നമ്മിലുള്ള ദൈവാത്മാവിനെ കെടുത്തിക്കളയും. Going back to early Christianity, there is a noble example before us. പുരാതന ആരംഭ കാലത്തെ സഭാ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമുണ്ട്. This is during the time of the Roman Emperor Gallienus. ഗലീനസ് എന്ന പേരുള്ള റോമൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. He issued an edict that ended the persecution of Christians. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ പീഡന നിയമങ്ങൾക്ക് ഒരു അവസാനം അദ്ദേഹം തന്റെ ഒരു കൽപ്പനയിലൂടെ പുറപ്പെടുവിച്ചു. He recognized their bishops. സഭയിലെ ബിഷപ്പ്മാരെ അദ്ദേഹം അംഗീകരിക്കാൻ തുടങ്ങി. He restored churches and cemeteries. സഭയും സെമിത്തേരികളുമൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് അദ്ദേഹം അനുവദിച്ചു. So during the period towards the end of the 3rd century, Christianity was becoming prosperous. മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴത്തേക്കും ക്രിസ്തീയ സമൂഹം വളരെ സമൃദ്ധമായ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ തുടങ്ങി. But there were a few Christian individuals who were not happy with this trend. എന്നാൽ ഈ ഒരു പ്രവണതയോട് അത്ര ഇഷ്ടമില്ലാത്ത വളരെ ചുരുക്കം ചില ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. Among them was a person called Antony. അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആന്റണി, വിശുദ്ധനായ അന്തോണിയോസ്. Antony was born in a rich Christian family. ആന്റണി ജനിച്ചത് വളരെ ധന സമൃദ്ധിയുള്ള ഒരു കുടുംബത്തിലാണ്, ക്രിസ്തീയ കുടുംബത്തിലാണ്. And this family being very religious, they went to church every Sunday. എല്ലാ ഞായറാഴ്ചകളിലും ദൈവാലയത്തിൽ ആരാധിക്കുവാൻ പോകുന്ന വളരെ അധികം ആത്മബോധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ കുടുംബം. Antony, as a young boy, was very much focused on the word that was preached. പ്രസംഗിക്കപ്പെടുന്ന ഓരോ വചനത്തോടും വളരെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു
ഒരു ചെറുപ്പക്കാരനായ അന്തോണി. When he was 19 years old, his parents passed away. 19-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. He was left alone with his little sister. ഒരു ഇളയ സഹോദരിയും അദ്ദേഹവും മാത്രം അവശേഷിച്ചു. Looking at all the riches that he had, തനിക്കുള്ള മുഴുവൻ സമ്പത്തിനെയും അദ്ദേഹം നോക്കി കണ്ടു. he started thinking about the disciples of Jesus who left everything and followed Jesus. ആദിമ നൂറ്റാണ്ടിൽ സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച ആദിമ ശിഷ്യന്മാരെ കുറിച്ച് അന്തോണി ചിന്തിക്കുവാൻ തുടങ്ങി. He was reminded of the early church in the book of Acts, where they sold their properties and shared everything in common. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് സകലവും പൊതുവക എന്നെണ്ണിയ ആദിമ ശിഷ്യന്മാരെ കുറിച്ച് ആദിമ വിശ്വാസികളെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. One day, as he was entering the church building, ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, it was the time of the Sunday service, ഞായറാഴ്ച ആരാധനയുടെ സമയമാണ്, and the gospel reading was going on. അദ്ദേഹം പ്രവേശിച്ചപ്പോൾ സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. As he entered, he heard the words of Jesus to the rich man. ധനവാനായ ചെറുപ്പക്കാരനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ അന്തോണി കേട്ടത്. If you want to be perfect, go and sell all you have and give to the poor. Then come and follow me. നീ സൽഗുണ പരിപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന കർത്തൃവചനം അദ്ദേഹം അപ്പോൾ കേട്ടു. We have it in Matthew 19:21. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. On hearing those words, Antony went out to the church. ഈ വചനം കേട്ടിട്ട് അന്തോണി പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. And the next few days he started giving off his property to fellow villagers. തൻ്റെ ഗ്രാമത്തിൽ താമസിക്കുന്ന മറ്റാളുകൾക്ക് തൻ്റെ സമ്പാദ്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കാനായി തുടങ്ങി. Apart from land, his other private possessions, he sold them. തനിക്ക് ഭൂമി അല്ലാതെ മറ്റുണ്ടായിരുന്ന സ്വകാര്യ സമ്പാദ്യങ്ങളും അദ്ദേഹം വിറ്റു. And he distributed the money he got among the poor people. തനിക്ക് ലഭിച്ച ആ പണം പാവപ്പെട്ടവരുടെ ഇടയിൽ അദ്ദേഹം വിതരണം ചെയ്തു. He, however, kept a good amount for his little sister. എന്നാൽ തൻ്റെ ഇളയ സഹോദരിക്ക് വേണ്ടി ഒരു നല്ല തുക അദ്ദേഹം മാറ്റിവെച്ചു. Then, after a few months, he went back to church. ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ദൈവാലയത്തിലേക്ക് പോയി. And as he was entering the church building, ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ he heard another gospel reading. മറ്റൊരു സുവിശേഷ ഭാഗം അപ്പോൾ അദ്ദേഹം കേട്ടു. Jesus was saying, "Do not be anxious about tomorrow." നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നുള്ള വചനമാണ് അവിടെ അദ്ദേഹം കേട്ടത്. We know it is from Matthew 6:25. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യമാണ് നമുക്കറിയാം. Hearing those words, ആ വചനം കേട്ടിട്ട് Antony went home, അന്തോണി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. took his sister and handed her over to a convent, ഒരു കോൺവെന്റിൽ തൻ്റെ സഹോദരിയെ അദ്ദേഹം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. and left his home and went into the desert. തൻ്റെ വീട് ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് അദ്ദേഹം പോയി. His objective was to focus his life on the presence of God. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ ജീവിതത്തെ ദൈവ സാന്നിധ്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു. He lived in solitude in the desert for 20 years. ഏതാണ്ട് 20 വർഷക്കാലത്തോളം ഏകാന്തമായി അദ്ദേഹം മരുഭൂമിയിൽ തൻ്റെ ജീവിതം ചെലവഴിച്ചു. And after 20 years, when he came back to his village, 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് അന്തോണി തിരികെ വന്നപ്പോൾ the people looked at him and were impressed. ആളുകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി വളരെ അധികം സ്തബ്ധരായി, അത്ഭുത സ്തബ്ധരായി. There was a radiance in his life which reflected that he had been with God. താൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് തെളിയിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ മുഖം വളരെയധികം ശോഭയുള്ളതായി തീർന്നിരുന്നു. Antony became the first desert monk in the history of Christianity. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ മരുഭൂമിയിലെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്നവരുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആളായി വിശുദ്ധ അന്തോണിയോസ് തീർന്നു.
He lived a long life and died at the age of 105. 105-ാമത്തെ വയസ്സിലാണ് ദീർഘമായ ആയുസിന്റെ ഒടുവിൽ അദ്ദേഹം മരിച്ചത്. He renounced his love for possessions and pleasures of the world for the sake of the presence of God in his life. ദൈവ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലെ സമ്പത്തും സമ്പാദ്യങ്ങളും ജീവിതത്തിലെ എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചവനാണ്. While we all do not want to become monks and nuns, നമ്മളെല്ലാവരും കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ സന്യാസികളോ ആകുവാനായിട്ട് ആഗ്രഹിക്കണം എന്നല്ല. but in our day-to-day life, let us be reminded of the words of Jesus. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ വചനങ്ങളെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. You cannot serve God and mammon. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ കഴിയുകയില്ല. Mammon takes us away from the presence of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതാണ് മാമോൻ. The presence of God is not a momentary experience or a short-term religiosity. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമുള്ള ഒരു അനുഭവമായിട്ടല്ല തീരേണ്ടത്. The presence of God is a lifelong experience. ദൈവ സാന്നിധ്യം ജീവിത അന്ത്യത്തോളമുള്ള ഒരു അനുഭവമായി തീരുകയാണ് ആവശ്യം. As Jesus reminds us, abide in me and I in you. യേശു കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. In all challenges of life, if we abide in Christ, that is a blessing. നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ നാം കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ പ്രിയരെ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. In India we have Jaipur, which is called Pink City. ഇന്ത്യയിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂര് നിങ്ങൾക്കറിയാമല്ലോ. Similarly, in Scotland there is Aberdeen, which is known as Granite City. സ്കോട്ട്ലൻഡിൽ അബർദീൻ എന്ന് പറയുന്ന പട്ടണം ഗ്രാനൈറ്റ് നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ all the buildings are made of granite. അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. And since there is a large quantity of mica in the granite slabs shine in the sun. അവിടെ നിന്നും ഖനനം ചെയ്ത് എടുക്കുന്ന ഗ്രാനൈറ്റിൽ മൈക്കായുടെ അളവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് അവ നല്ലതായിട്ട് പ്രകാശിതമാകുന്ന ഗ്രാനൈറ്റാണ്. Aberdeen is supposed to be one of the wealthiest cities in the UK. യുകെയിലെ, യുണൈറ്റഡ് കിങ്ഡമിലെ ഏറ്റവും ധനാഢ്യമായ നഗരങ്ങളിൽ ഒന്നാണ് അബർദീൻ എന്ന് പറയുന്നത്. A visitor went to see Aberdeen. ഒരു സന്ദർശകൻ ഒരിക്കൽ അബർദീൻ കാണാൻ പോയി. His horse took him round. അദ്ദേഹം കയറിയ കുതിര പുറത്ത് അദ്ദേഹം സഞ്ചരിച്ചു. The visitor said, I don't see any slums in this city. അദ്ദേഹം ചോദിച്ചു, ഇവിടെ എങ്ങും ഒരു ചേരി പ്രദേശവും ഇല്ലേ എന്ന്. The horse said, though there are no slums, but there are places where poor people live. ആ കുതിരയോടാണ് ചോദിച്ചത്. കുതിര പറഞ്ഞു, ഇവിടെ അങ്ങനെ ചേരി പ്രദേശങ്ങളൊന്നും ഇല്ല എങ്കിലും പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായ ആളുകൾ പാർക്കുന്ന ഒരിടമുണ്ട്. They live in one-room tenements in big houses. ഒരു മുറി മാത്രമുള്ള താമസ സൗകര്യങ്ങളിലാണ് അങ്ങനെയുള്ളവർ താമസിക്കുന്നത്. So the visitor said, I would love to see that place. എനിക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ഈ സന്ദർശകൻ പറഞ്ഞു. The host took him and showed him around. കുതിര അദ്ദേഹത്തെ അതിലൂടെയൊക്കെ കൊണ്ടുപോയി. And then the host pointed to one room. ഒരു പ്രത്യേക മുറി കുതിര അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു എന്ന്. And he said to the visitor, this room is very special. അദ്ദേഹം ഈ സന്ദർശകനോട് പറഞ്ഞു, കുതിര സന്ദർശകനോട് പറഞ്ഞു, ഈ മുറി ഉണ്ടല്ലോ അത് വളരെ പ്രത്യേകതകളുള്ള ഒരു മുറിയാണ്. A saintly lady used to live in that room. വിശുദ്ധയായ ഒരു വനിത ഈ മുറിയിൽ താമസിച്ചിരുന്നു. This lady was very poor. വളരെ ദരിദ്രയായിരുന്നു ആ സ്ത്രീ. She had a lot of illnesses. ഒത്തിരി രോഗങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. But still she spread good cheer among all the people in the tenements. എന്നാൽ ആ ചുറ്റുപാടുകളിലെല്ലാം ഒരുപാട് പ്രസന്നത പ്രസരിപ്പിക്കുവാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞു എന്ന് പറയുകയാണ് കുതിര.
Once one evangelist went to that place. ഒരിക്കൽ ഒരു സുവിശേഷകൻ ആ മുറിയിലേക്ക് പോയി. And he went to meet this saintly lady. ഈ വിശുദ്ധയായിട്ടുള്ള വനിതയെ കാണുവാൻ ഈ സുവിശേഷകൻ ആഗ്രഹിച്ചു പോയി. അവരെ കണ്ടു. And the evangelist said to her, "My dear sister, your neighbors tell me that Jesus Christ visits your place." ഈ സുവിശേഷകൻ അവരോട് പറഞ്ഞത്, പ്രിയ സഹോദരി, നിങ്ങളുടെ അയൽക്കാരൊക്കെ എന്നോട് പറയുന്നു യേശു ക്രിസ്തു നിങ്ങളെ സാധാരണയായി സന്ദർശിക്കാറുണ്ട് എന്ന്. That lady said, No, my young man, you are wrong. കുഞ്ഞെ, നീ പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയുകയാണ്. The evangelist thought that the old lady did not understand what he said, so he repeated, "My dear sister, your neighbors tell me that Jesus visits your place." ഈ സുവിശേഷൻ വിചാരിച്ചത്, താൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല, അവർക്ക് ശരിയായിട്ടത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് അവരോട് പറയുകയാണ്, നിന്റെ അയൽക്കാർ നിന്നെക്കുറിച്ച് പറയുന്നത് യേശു നിന്നെ സന്ദർശിക്കുന്നുണ്ട് എന്നാണ്. Again that old lady said, No, young man, you're wrong. വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ പറയുന്നത് തെറ്റാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല. Then the evangelist thought, this lady is hard of hearing. അപ്പോൾ സുവിശേഷം വിചാരിച്ചു ഇവർക്ക് കേൾവിക്കുറവുണ്ടായിരിക്കുമെന്ന്. He said very loudly, "Sister, your neighbors tell me that Jesus visits your place." വളരെ ഉച്ചത്തിൽ അവർ കേൾക്കത്തക്കവണ്ണം അയാൾ പറഞ്ഞു, സഹോദരി, നിന്റെ അയൽക്കാർ പറയുന്നു യേശു നിന്നെ സന്ദർശിക്കാറുണ്ട് എന്ന്. Then that lady said loudly, അപ്പോൾ ആ വനിത ശബ്ദമുയർത്തി ഇങ്ങനെ പറഞ്ഞു, "You are wrong, you are wrong. എന്റെ സഹോദര, നീ പറയുന്നത് തെറ്റാ. Jesus does not visit my place. Jesus lives here." അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? സഹോദര, നീ പറയുന്നത് തെറ്റാ. യേശു എന്നെ വല്ലപ്പോഴും സന്ദർശിക്കുകയല്ല, പിന്നെയോ യേശു ഇവിടെ തന്നെ ഉണ്ട്, അവനിവിടെ വസിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. In poverty, ദാരിദ്ര്യത്തിലും in sickness, രോഗത്തിലും the woman lived with Jesus. ആ സ്ത്രീ കർത്താവിനോട് കൂടെ, യേശുവിനോട് കൂടെ ജീവിച്ചവളാണ്. What about us? In prosperity and health, do we live with Jesus? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൃദ്ധിയിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മൾ കർത്താവിനോട് കൂടെ, യേശുവിനോട് കൂടെ ജീവിക്കുന്നവരാണോ? There is the third group of Christians who have a different seeking. മൂന്നാമത് ഒരു തരത്തിലുള്ള അന്വേഷണമുള്ള മൂന്നാമതൊരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്. They seek positions in the church rather than the presence of Christ. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ സഭയിൽ ചില സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക എന്നതാണ് അവരുടെ താല്പര്യം. Long time ago when I was in Calcutta, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൽക്കട്ടയിൽ ആയിരുന്ന കാലം, I went to the cathedral there. അവിടുത്തെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഞാൻ പോയി. And I recognized one person whom I had met earlier. ഞാൻ നേരത്തെ പരിചയമുണ്ടായിരുന്ന ഒരാളിനെ അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. So I said to him, "Oh, you come here to worship." ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെയാണോ താങ്കൾ ആരാധിക്കുവാൻ വരുന്നത്? Then he came close to my ear and said, അദ്ദേഹം എന്നോട് വന്ന് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, "I come here because there are important people in the cathedral, good connections." ഞാൻ ഇവിടെ വന്ന് ആരാധിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ ഒത്തിരി വലിയ മനുഷ്യർ ആരാധിക്കുന്ന പള്ളിയാണ്. നല്ല സമ്പർക്ക ബന്ധങ്ങൾ ഉണ്ടാകാൻ ഇത് മുഖാന്തരമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പള്ളിയിൽ വന്ന് ആരാധിക്കുന്നതെന്ന് അയാൾ പറയുകയാണ്. I was in Nagpur for 8 years. 8 വർഷം നാഗ്പൂരിലായിരുന്നു ഞാൻ. There again, when I first went to Nagpur, I visited the cathedral. നാഗ്പൂരിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഞാൻ ആദ്യം സന്ദർശിച്ചപ്പോൾ, and after the service was over, I met a person. അവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഞാൻ ഒരാളിനെ കണ്ടു. And I realized that though it was an English service, this gentleman could not speak much English. അവിടെ നടന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആരാധനയാണ് എങ്കിലും ഇംഗ്ലീഷ് വേണ്ടതുപോലെ മനസ്സിലാകാത്ത ഒരാളാണ് ഇയാളെന്ന് എനിക്ക് അറിയാമായിരുന്നു. Then I asked him, "Did you understand what was happening in the service?" ഞാൻ അയാളോട് ചോദിച്ചു, ഈ ആരാധനയിൽ നടക്കുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? He said, "Not much."
അദ്ദേഹം പറഞ്ഞു, ഇല്ല, അധികമൊന്നും മനസ്സിലായില്ല. Then why don't you go to a Marathi service? എന്നാൽ പിന്നെ എന്താണ് മറാത്തിയിൽ ആരാധന നടത്തുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോകാത്തത്? He said, no. Coming to cathedral gives me a status. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഈ കത്തീഡ്രൽ പള്ളിയിൽ ആരാധനയ്ക്ക് വരിക എന്ന് പറയുന്നത് എനിക്ക് വലിയ മാന്യതയാണ് നൽകുന്നത് എന്ന്. Seeking positions rather than the presence of Christ in our lives. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതിനേക്കാൾ സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നത് അപകടകരമാണ്. Matthew 23 verses 5 to 7. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Jesus is talking about Pharisees. യേശു കർത്താവ് പരീശന്മാരെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. He says they love the place of honor at feasts. വിരുന്നുകളിൽ വളരെ ബഹുമാന്യമായുള്ള സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അവര്. And the best seats in the synagogues. സിനഗോഗുകളിൽ നല്ല ഇരിപ്പിടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. And salutations in the marketplace. അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നവരാണ് അവർ. Yes, Jesus used a strong word, hypocrites. കർത്താവ് അവരെ കുറിച്ച് ഉപയോഗിച്ചത് ഏറ്റവും കഠിനമായ വാക്കാണ് കപടഭക്തർ എന്ന വാക്ക്. Practicing the form of religion but denying the spirituality of it. മതത്തിന്റെ ബാഹ്യമായ ചില ആവിഷ്കാരങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ആധ്യാത്മികമായ ശക്തിയെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന ഭാവത്തിനാണ് കപടഭക്തി എന്ന് പറയുന്നത്. Swiss physician Paul Tonier was a very influential Christian of the last century. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതിൽ വളരെയധികം സ്വാധീന ശക്തി ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് പോൾ ടൂർണിയർ എന്ന ആൾ. Paul Tonier, when he was young, was invited to America. അദ്ദേഹം ഒരു യൗവനക്കാരനായിരുന്നപ്പോൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. He gave a big lecture. അവിടെ അദ്ദേഹം ഒരു വലിയ പ്രഭാഷണം നടത്തി. After the lecture, there was the question and answer session. പ്രഭാഷണത്തിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്, ഉത്തരങ്ങൾ നൽകാനുള്ള സമയമുണ്ട്. So one person asked, ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, Dr. Tonier, what do you think about the hypocrites in the churches of America? ഡോക്ടർ ടൂണിയർ, അമേരിക്കൻ സഭകളിലുള്ള കപടഭക്തന്മാരെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? Since Paul Tonier was Swiss, he did not understand the meaning of hypocrites. അദ്ദേഹം ഒരു സ്വിറ്റ്സർലൻഡുകാരനായിരുന്നത് കൊണ്ട് അവിടെ ഉപയോഗിച്ച ഹിപ്പോക്രൈറ്റ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായില്ല. And so he apologized and said to the audience, please tell me what is hypocrites. അതുകൊണ്ട് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സദസ്സിനോട് ചോദിച്ചു, എന്താണ് ഈ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കപടഭക്തർ എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? So people tried to explain. ആളുകൾ അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. They said hypocrite is a phony person. ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത്, കപടഭക്തൻ എന്ന് പറയുന്നത് വെറും ബാഹ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. Hypocrite is someone pretending to be something which he is not or she is not. താൻ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് ഒന്നല്ലാത്തത് താൻ ആണ് എന്ന് നടിക്കുന്ന ആളാണ് ഒരു കപടഭക്തൻ. Hypocrite is an inauthentic person. ആധികാരികതയില്ലാത്ത ഒരു മനുഷ്യനാണ് കപടഭക്തൻ എന്ന് പറയുന്നത്. So as they gave explanations of the word hypocrite, ഹിപ്പോക്രൈറ്റ്, കപടഭക്തൻ എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള വിശദീകരണം ആ സദസ്യര് നൽകിക്കൊണ്ടിരുന്നപ്പോൾ Dr. Tonier's face brightened. ഡോക്ടർ ടൂണിയറുടെ മുഖം പ്രകാശിച്ചു. Hypocrite, I understand. നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായി. I am hypocrite. ഞാനാണ് ഈ ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത്. ഞാനാണ് കപടഭക്തൻ. What Tournier understood by the explanations of the word hypocrite. ഹിപ്പോക്രൈറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഡോക്ടർ ടൂർണിയർ മനസ്സിലാക്കിയ കാര്യം is that as you draw near to Christ, കർത്താവിന്റെ സമീപത്തേക്ക് നീ അടുത്തു വരുമ്പോൾ, as you come closer to the presence of God, ദൈവ സാന്നിധ്യത്തിലേക്ക് കൂടുതൽ അടുത്തു വരുമ്പോൾ, and when you look at yourself, അങ്ങനെ അടുത്ത് വന്നിട്ട് സ്വയം കാണുമ്പോൾ, then you realize how far you are from God. അപ്പോഴാണ്
ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്രമാത്രം ദൈവത്തിൽ നിന്നും അകലെയാണ് എന്ന്. And therefore, a hypocrite is one who realizes that he or she is far from God and desires to come close to God. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ താൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ആവശ്യം. Let us not focus on positions in the church, but let us seek the presence of Christ in our lives. പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം പരിശ്രമിക്കുകയല്ല, അതിലുപരി ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുകയാണ് ആവശ്യം. You can have a different context, and that comes from America. അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം നമുക്കുള്ള പശ്ചാത്തലം. There was a black man who worked as a janitor in a white people's church. വെള്ളക്കാരായിട്ടുള്ള ആരാധകർ ഉള്ള ഒരു പള്ളിയിലെ അവിടുത്തെ ഒരു ക്ലീനർ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ. This black gentleman was a Christian. ഈ കറുത്ത വംശക്കാരനായ ഈ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. And he served the church for several years. പല വർഷങ്ങൾ അദ്ദേഹം ആ ദേവാലയ ശുദ്ധീകരണ ജോലിയിൽ വ്യാപൃതനായിരുന്നു. He was friendly with all the white Christians. അവിടെയുള്ള വെള്ളക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളോടൊക്കെ അദ്ദേഹത്തിന് നല്ല സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. So one day he thought, let me apply for membership in this church. ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഈ പള്ളിയിൽ അംഗത്വത്തിന് അപേക്ഷിച്ച് കളയാം എന്ന്. He submitted his application. തന്റെ അപേക്ഷ താൻ സമർപ്പിച്ചു. And the members, the white members of the church were confused. അവിടുത്തെ വെള്ളക്കാരായിട്ടുള്ള അംഗങ്ങൾ വല്ലാതെ ആശയക്കുഴപ്പത്തിലായി. They called a meeting of the entire congregation. അവിടുത്തെ മുഴുവൻ അംഗങ്ങളുടെയും യോഗം അവർ വിളിച്ചുകൂട്ടി. And they discussed at length, should we or should we not grant membership to this black Christian? ഈ കറുത്ത വംശക്കാരനായ ക്രിസ്ത്യാനിക്ക് ഈ പള്ളിയിൽ അംഗത്വം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ദീർഘസമയം അവർ ചർച്ച ചെയ്തു. They put the matter to vote, and the black man's request was rejected. അത് വോട്ടിനിടുകയും കറുത്ത വംശക്കാരന്റെ അപേക്ഷ അവർ തിരസ്കരിക്കുകയും ചെയ്തു. This black janitor, as he went back home that evening, അന്ന് വൈകുന്നേരം അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് ഈ കറുത്ത വംശക്കാരൻ പോയിട്ട് he was very disappointed. വളരെ നിരാശനായി. And so he prayed to God. ദൈവത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. He said, Lord, I don't understand the church members. കർത്താവേ, എനിക്ക് ഈ സഭാ അംഗങ്ങളെ അങ്ങോട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല. I tried to join them, but they voted me out. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരു സഭാംഗമായി തീരാൻ ആഗ്രഹിച്ച് അപേക്ഷിച്ചു, പക്ഷേ അവരെന്നെ പുറത്താക്കി കളഞ്ഞു, എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല. At that time, he heard a voice from heaven. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. Don't be upset, my son. എന്താ കുഞ്ഞെ, നീ വിഷമിക്കണ്ട. I have been trying to enter the church for several years. കഴിഞ്ഞ പല വർഷങ്ങളായി ആ പള്ളിക്കകത്തൊന്ന് കയറാൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. But they won't let me in either. പക്ഷെ എന്നെയും അവർ ഇതുവരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. Seeking positions and identities in churches without Christ. ക്രിസ്തു രഹിതമായ സ്വത്വബോധങ്ങളോ ക്രിസ്തു രഹിതമായ സ്ഥാനമാനങ്ങളോ സഭയിൽ അന്വേഷിക്കരുത്. Living in the presence of Christ, a question comes up. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം മുമ്പിൽ വരികയാണ്. Why does God not seem present in our times? എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ഈ സമകാലീന കാലത്ത് നമുക്ക് ഇല്ല എന്ന് തോന്നിപ്പോകുന്നത്? A 14th century woman, Catherine of Siena in Italy. ഇറ്റലിയിലെ സിയനായിലെ കാതറിൻ എന്ന പ്രശസ്തയായ ഒരു സ്ത്രീ 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. She was a philosopher theologian. അവരെ ഒരു ദാർശനിക ദൈവശാസ്ത്രജ്ഞയായിരുന്നു. She asked the Lord, അവർ ദൈവത്തോട് ചോദിച്ചു, while you seem to have been present with persons in the Bible
കർത്താവ് വേദപുസ്തക കാലഘട്ടത്തിലെ ആളുകളോടുകൂടെ നീ വസിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ why are you absent in my time? ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൈവമേ നീ അസാന്നിധ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നത്? As she reflected on her own question, തൻ്റെ ഈ ചോദ്യത്തെക്കുറിച്ച് താൻ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ she perceived an answer. ഒരു ഉത്തരം അവർക്ക് ലഭിച്ചതുപോലെ തോന്നി. God was present with persons in biblical times. വ്യക്തികളോടുകൂടെ ദൈവം വേദപുസ്തക കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു. Because persons came to Jesus as faithful disciples to await his inspiration. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ നിന്ന് പ്രചോദനം പ്രാപിക്കുന്നതിന് വേണ്ടി വിശ്വസ്തതയുള്ള വിശ്വാസികളായിട്ടാണ് ആ കാലഘട്ടത്തിൽ ദൈവാലയത്തിൽ ദൈവ സാന്നിധ്യം അവർ അന്വേഷിച്ചത്. They allowed God to mold their lives. അവരുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിന് അന്ന് അവർ ദൈവത്തെ അനുവദിച്ചിരുന്നു. Like clay in the potter's hands. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. They allowed God to write his law in their hearts. അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമം എഴുതുന്നതിന് അവർ അന്ന് ദൈവത്തെ അനുവദിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. But Christians of Catherine's time, എന്നാൽ ഈ വിശുദ്ധയായിട്ടുള്ള കാതറിന്റെ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളാകട്ടെ, they acted as if God could not see or hear them. അവരെ ദൈവത്തിന് കാണാനോ കേൾക്കാനോ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. And they wanted to do and say everything by themselves. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പറയുന്നതുമെല്ലാം തങ്ങളുടെ സ്വന്തമായി തങ്ങളുടേത് മാത്രമായി അവർ പറയുകയാണ്. They kept themselves so busy and restless that they would not allow God to work on them. അവർ വളരെ തിരക്കുള്ളവരും അവരെ വളരെ അശാന്തതയുള്ളവരുമായി സ്വയം കാണപ്പെട്ടു. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് അവർ കണ്ടെത്തിയ ഉത്തരം. Are we seeking God's presence in our life? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? As we move on, is God with us? നമ്മളിങ്ങനെ മുമ്പോട്ട് ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? Moses made a very strong prayer to God. ദൈവത്തോട് മോശ പ്രാർത്ഥിച്ച വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട്. If your presence will not go with us, do not carry us up from here. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്നാണ് മോശ പറഞ്ഞത്. Exodus chapter 33 verse 15. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം. Let this be our prayer. ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. Lord, if your presence is not with me, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ let me not move forward. കർത്താവേ, എനിക്ക് ഒട്ടും മുന്നോട്ട് പോകുവാൻ എന്നെ അനുവദിക്കരുതേ. Seek the presence of God continually. നിരന്തരമായി ദൈവ സാന്നിധ്യം നമുക്ക് അന്വേഷിക്കാം. Amen. ആമേൻ.